പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു വിഷയമായിട്ടാണ്. അതായത് നമ്മളുടെ ഇലകളിലെ കുരുടിപ്പ് അല്ലെങ്കിൽ മുളക് ചെടികളുടെ കുരുടിപ്പ് എന്ന വിഷയം. ഈ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്, എത്ര മുളക് നട്ടിട്ടും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ കുരുടിച്ച് നിൽക്കുന്നു. ഈ കട്ട ഒട്ടും മുളകോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ വളർത്താൻ കഴിയുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഈ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇലകൾ 3 തരത്തിൽ കുരുടിപ്പിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. ഒന്നെന്ന് പറയുന്നത്, ഈ ഇലകളുടെ അടിഭാഗത്ത് നീരൂറ്റി കുടിക്കുന്ന ജീവികൾ നീരൂറ്റി കുടിച്ച് ഈ ഇലയെ കുരുടിച്ച് വരുത്തുന്ന ഒരവസ്ഥയാണ് പ്രധാനമായിട്ടും കേരളത്തിൽ കണ്ടുവരുന്നത്. അതിനെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ തുടക്കം മുതൽ ഒരു 15 ദിവസത്തിൽ ഇടവേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള ജൈവ പെസ്റ്റിസൈഡുകൾ അടിച്ചു കഴിഞ്ഞാൽ ഈ കുരുടിപ്പ് നമുക്ക് ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ കുരുടിപ്പ് വന്നാൽ പോലും അത്തരത്തിൽ പെസ്റ്റ് അറ്റാക്ക് മൂലമുള്ള കുരുടിപ്പിനെ നമ്മൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പെസ്റ്റോ ഹിറ്റ് എന്ന് പറഞ്ഞൊരു ജൈവ പ്രോഡക്റ്റ് ഉണ്ട്. അതടിച്ചാൽ പോലും നമ്മൾക്ക് ഇത്തരത്തിലുള്ള കുരുടിപ്പിനെ മാറ്റിയെടുക്കാം. പിന്നെ മറ്റൊരു തരം കുരുടിപ്പാണ് മണ്ണിൽ നിന്ന് ചെടിക്കുണ്ടാവുന്ന മൂലക ശോഷണം, അതായത് കാൽസ്യം ബോറോൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന കുരുടിപ്പ്. ഇത് മാറ്റിയെടുക്കാൻ മണ്ണിൽ ആവശ്യമായ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്താൽ അത്തരം കുരുടിപ്പ് നമുക്ക് മാറ്റിയെടുക്കാം. മറ്റൊരു പ്രധാന കാരണമാണ് വൈറൽ ബാധ. ഈ വൈറൽ ബാധ മൂലം ഉണ്ടാകുന്ന കുരുടിപ്പ് മാറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ വരാതെ നമ്മൾക്ക് സംരക്ഷിക്കാനായിട്ട് ഈ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് കുരുടിപ്പിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ചില വാഹകരായ പെസ്റ്റുകളുണ്ട്. പ്രധാനമായിട്ടും മത്സ്യത്തുമ്പൻ അല്ലെങ്കിൽ വെള്ളീച്ച പോലുള്ള ചെറുകീടങ്ങൾ. ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ ഇത്തരത്തിലുള്ള വൈറൽ ബാധ മൂലമുള്ള കുരുടിപ്പ് ബാധ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വൈറൽ ബാധ വന്നാൽ പോലും നമ്മൾക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് വൃക്ഷായുർവേദത്തിൽ പല പ്രയോഗങ്ങളുമുണ്ട്. വൃക്ഷായുർവേദ രീതിയിൽ മാറ്റിയെടുക്കാം. അതുമല്ല, നമുക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട് പല രീതികളും നമുക്ക് ഉപയോഗിക്കാം. അതിലൊരു പ്രോഡക്റ്റാണ് വൈറോ ഹിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്. ഈ വൈറോ ഹിറ്റ് നമ്മൾക്ക് 3 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് 7 ദിവസത്തിൽ ഒരു ഇടവേളകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വൈറൽ ബാധയെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ അത് എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്ന് നമ്മൾ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ മുളക് ചെടികൾ കുരുടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ആ മുളക് ചെടിയിൽ നമ്മൾ പെസ്റ്റോ ഹിറ്റ് എന്ന് പറഞ്ഞ ജൈവ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കിയേ എന്തുമാത്രം ഡെവലപ്മെൻറ്റാണ് അതിനകത്ത് ഉണ്ടായെന്ന്. ഇതേ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് കുരുടിച്ച മുളക് തൈകൾ. നിങ്ങൾ ഈ പഴയ ഇലകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് കുരുടിച്ച് നിന്ന ഇലയാണ്. അതിനുശേഷം വന്ന പുതിയ ഇലകൾ നമ്മൾ ആ മരുന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതെല്ലാം പൂർണ്ണമായിട്ടും കുരുടിച്ച് നിന്ന ഇലകളായിരുന്നു. കണ്ടോ, ആ ഇലകൾ എത്ര മികച്ച രീതിയിലാണ് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത്രയും റിസൾട്ട് കാട്ടിയെടുക്കാൻ പറ്റിയത്. ഇത് നോക്കി, ഇതെല്ലാം കുരുടിച്ച് നിന്നതാണ്. ഇപ്പോൾ വരുന്ന പുതിയ ഇലകൾ മുഴുവൻ നല്ല കുരുടിപ്പില്ലാത്ത രീതിയിലേക്ക് മാറി വരുന്നത് കണ്ടോ. അപ്പോൾ ജൈവ രീതിയിൽ നമ്മൾക്ക് മുളകിൻ്റെ കുരുടിപ്പ് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ രാസമരുന്ന് പ്രയോഗങ്ങളുടെ പുറകെ പോകുന്നത്? ഇപ്പോൾ പലതരത്തിലുള്ള നമ്മൾക്ക് ദോഷകാരികളായ പെസ്റ്റിസൈഡുകളാണ് സാധാരണയായി കുരുടിപ്പിനായി ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡും മറ്റ് എനിക്ക് കെമിക്കൽ മരുന്നുകളുടെ പേരുകൾ അറിയില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇത് നോക്കിയാൽ നിങ്ങൾ ഏതെങ്കിലും ഉള്ളത് വരുന്ന വീഡിയോകളിൽ കൂടുതൽ
മികച്ച രീതിയിലുള്ള ഈ മുളകിൻ്റെ അവസ്ഥ നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും. ാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഈ പഴയ ഇലകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുരുടിച്ച ഇലകളായിരുന്നു എന്നും. ഈ കുരുടിച്ച ഇലകൾ നമ്മൾ പെസ്റ്റോ ഹിറ്റ് സ്പ്രേ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. പെസ്റ്റോ ഹിറ്റിനോടൊപ്പം വളർത്താനുള്ള നൈട്രോക്കിങ് കൂടി സ്പ്രേ കൊടുത്തിരുന്നു. ഈ ഇലകൾ നോക്കൂ, ഇത് തീർത്തും ചുരുണ്ട ഇലകളായിരുന്നു. ഈ ഇലകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും താഴത്തെ ഇലകൾ പൂർണ്ണമായിട്ടും ചുരുണ്ട ഇലകളായിരുന്നു. ആ ചുരുണ്ട ഇലകളിൽ നിന്ന് വന്ന ഇത് നോക്കൂ, അതിന് വന്ന പുതിയ മൊട്ടുകളിൽ നിന്ന് വന്ന എല്ലാ ഇലകളും പൂർണ്ണമായിട്ടും കുരുടിപ്പ് മാറ്റിയെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ മാറി വന്നിരിക്കുന്നു.